ഹേ ഗായ്സ്, എൻ്റെ പേര് സാവൻ. ഞാനൊരു ബിടെക് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വെച്ചാൽ എൻ്റെ ഗോൾസാണ്. അതായത് ഈ 4 വർഷം ഞാൻ എന്ത് ചെയ്യുന്നു, അല്ല ഒരു ജോബ്, അതല്ല ഞാൻ ഗോളായിട്ട്. കാരണം ജോബിനെ കുറിച്ച് ഞാൻ ആലോചിച്ചെത്തുന്നുള്ളൂ. അത് നോക്കി വന്നിട്ടാണ് ഞാൻ കണ്ടുപിടിച്ച് പറയത്തുള്ളൂ. കാരണം അത് വലിയ പ്രോസസ്സാണ്. സോ അതല്ല നമ്മൾ പറയാൻ പോകുന്നത്. ഗോൾസ്, അതായത് മിനി ഗോൾസ്. ഈ 4 വർഷം കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെയാണ്, അതെങ്ങനെ അച്ചീവ് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്. സോ ആദ്യം തന്നെ പഠിത്തം. അത് നമുക്കൊരു ഡെയിലി 1 അവർ വെച്ച് പഠിക്കുകയാണെങ്കിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ കോളേജ് പഠിപ്പിക്കുന്നത്. അതിപ്പോൾ 1 അവർ പഠിച്ചില്ലെങ്കിൽ അത് വീണ്ടും കൂടിക്കൊണ്ടിരിക്കും. സോ ഡെയിലി 1 അവർ പഠിക്കുക. അതുകൊണ്ട് പഠിത്തം തീർന്നു. പഠിത്തം തീർന്നല്ല, ഡെയിലി 1 അവർ പഠിക്കുക. പിന്നെ മിച്ചം ഇപ്പോൾ വീക്കെൻഡ്സിലൊക്കെ വരുന്ന സമയത്ത് ബാക്കി സമയമുണ്ടല്ലോ, ആ സമയത്ത് ഇരുന്ന് അത് വീണ്ടും ഇമ്പ്രൂവ് ചെയ്യിക്കുക. കോളേജിൽ പഠിക്കുന്നത് മാത്രം പഠിക്കല്ലേ. സോ അതാണ് സെക്കൻഡ്. സ്കിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ഞാൻ പഠിക്കുന്നത് ഒരു ടോപ്പ് ടയർ 3 കോളേജാണ്. ടയർ 1 എന്നൊക്കെ പറഞ്ഞാൽ NIT പോലെ കോളേജ്. ടയർ 3 എന്ന് പറയുമ്പോൾ സെൽഫ് ഫൈനാൻസ്ഡ് പ്രൈവറ്റ് കോളേജ്. സോ അവിടെ നിന്നൊക്കെ ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി കഷ്ടപ്പാടാണ്. കോളേജ് പഠിച്ചുകൊണ്ട് മാത്രം ജോലി കിട്ടത്തില്ല. സോ സ്കിൽസാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എല്ലാ ആൾക്കാരും ഇപ്പോൾ 2025 മിക്കവർക്കും സ്കിൽസ് ഉണ്ടെങ്കിൽ ജോലി കിട്ടും. സോ സ്കിൽസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. സോ തേർഡ്ലി എന്ന് പറഞ്ഞാൽ ഒരു റൊട്ടീനാണ്. സ്റ്റിക്ക് ടു എ റൊട്ടീൻ. ഒരു റൊട്ടീൻ ഉണ്ടാക്കണം. റൊട്ടീൻ ഉണ്ടാക്കുന്നതിന് ഏറ്റവും നല്ല എളുപ്പമാണ് സിസ്റ്റം. നമുക്കൊരു രാവിലെ എണീറ്റ് എന്തെങ്കിലും ചെയ്ത് അങ്ങനെ പോകുന്നതിന് പകരം ഒരു സിസ്റ്റം ഉണ്ടാക്കണം. എനിക്കും ഉണ്ടാക്കാനുണ്ട്. കാരണം ഉണ്ടാക്കിയിട്ടില്ല, ചുമ്മാ ചെയ്തു പോവാണ്. സോ ഒരു സിസ്റ്റം, ആ സിസ്റ്റം തന്നെ ഈ 4 വർഷം ഫോളോ ചെയ്യണം. സോ അതാണ് തേർഡ്ലി. ഫോർത്ത്ലി എന്ന് വെച്ചാൽ ബിൽഡ് എ ഗുഡ് കമ്മ്യൂണിക്കേഷൻ വിത്ത് എവരി വൺ. എല്ലാവരുമായിട്ടൊരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ഇപ്പോൾ സീനിയേഴ്സായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. നമ്മുടെ ജൂനിയേഴ്സല്ല, നമ്മുടെ കൂടെ പഠിക്കുന്നവരായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ വേണം. കാരണം ഫ്യൂച്ചറിൽ അവർ നമ്മളെക്കാളും ഉയർന്ന സ്ഥലത്തെത്തോ താഴ്ന്ന സ്ഥലത്തെത്തോ നമുക്കറിയത്തില്ല. കാരണം അവർ എവിടെ എത്തിയാലും നമുക്കൊരു ഇത് കിട്ടും. കാരണം ഇപ്പം സീനിയേഴ്സായിട്ട് നല്ലപോലെ ഇടപെടുന്ന ആൾക്ക് അവരുടെ കമ്പനിയിൽ അവർ വലിയ പഠിച്ച് കമ്പനി കയറിയെങ്കിൽ അവരവിടെ ഇൻറ്റേൺഷിപ്പായിട്ട് കയറാൻ പറ്റും, അവരുടെ റെഫറൻസ് ഉണ്ടെങ്കിൽ. സോ എല്ലാവരുമായിട്ടും നല്ലൊരു പെരുമാറും, അത് നല്ല കാര്യമാണ്. സോ ഫിഫ്ത്ത്ലി യൂട്യൂബിൽ എപ്പോഴും വീഡിയോ ഇടുക. യൂട്യൂബിൽ എനിക്ക് പണ്ട് മുതലേ ആഗ്രഹമായിരുന്നു യൂട്യൂബ് വീഡിയോ ഇടണമെന്ന്. പണ്ടും ഞാൻ ഇട്ടിട്ടുണ്ട് കുറേ. എല്ലാം പാളി പോയിട്ടേ ഉള്ളൂ. 100 സബ്സ്ക്രൈബേഴ്സൊക്കെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതാണ് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത്, 134 ഇപ്പം. സോ എനിക്ക് അതൊരു ഇഷ്ടമാണ്, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും. സോ അതും ഡെയിലി കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്. അതും കൊണ്ടുപോകണം. അതുപോലെ തന്നെ ഇൻസ്റ്റയിലും കൊണ്ടുപോകണം. രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതും കൊണ്ടുപോകണം. സോ 6ാമതായിട്ട് ഫിസിക്സ്. എനിക്ക് നല്ലൊരു ഫിസിക് ഉണ്ടാക്കണമെന്നുണ്ട്. കാരണം അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം തോന്നും. അത് ഡെയിലി ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്ത് തിരിച്ച് വരുന്ന സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. കാരണം നമ്മൾ വർക്കൗട്ട് ചെയ്തു, നമ്മൾ അതിനുവേണ്ടിയുള്ള വർക്ക് ഇട്ടു എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മൈൻഡ് റിലാക്സേഷൻ മൂടാം. രാവിലെ പോവുകയാണെങ്കിൽ നല്ലൊരു ഇതായിരിക്കും, പിന്നെ എനർജി ആയിരിക്കും. സോ അതും വേണം. സോ ഇപ്പം ഇത്രേ ഉള്ളൂ. ഇനി ഈ 4 വർഷം കൂടുമ്പോഴത്തോറും ഇത് ഇമ്പ്രൂവ് ചെയ്ത് വരണം. കാരണം പുതിയ ഗോൾസ് കണ്ടുപിടിക്കണം, പുതിയ കാര്യങ്ങൾ അറിയും, അതെല്ലാം കണ്ടുപിടിച്ച് ഇത് ഇമ്പ്രൂവ് ചെയ്ത് മാറ്റണം. സോ നടക്കണം.